ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഹെൽപ്പ് തുടങ്ങുന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. അപ്പോൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ആദ്യമായി ഈ വീഡിയോ കാണുന്നുവെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ചുവന്ന കളറിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിരിക്കും. അത് പ്രസ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കൂടിയുണ്ട്, അതുകൂടി പ്രസ് ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പൊ നിങ്ങൾ എല്ലാവരും വ്ളോഗ് വേണം എന്ന് പറഞ്ഞിരുന്നു. ഞാൻ വ്ളോഗ് 18 ഇട്ടിട്ടുണ്ട്. കാണാത്തവർ തീർച്ചയായിട്ടും അത് കാണണം, നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കണം. അതുപോലെ വ്ളോഗ് ഇപ്പൊ ഇടുന്ന രീതിയിൽ തന്നെ ഇട്ടാൽ മതിയോ, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ എന്നുകൂടി നിങ്ങളൊന്ന് അറിയിച്ചാൽ നന്നായിരിക്കും. കാരണം ഡെയിലി റൂട്ടീൻ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളല്ലേ കാണിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ മാക്സിമം ഞാനത് ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട്. പിന്നെ രാവിലെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാറില്ല, കാരണം ഓഫീസിൽ പോകുന്നതിന്റെ തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കൂടുതലും ഞാൻ വൈകിട്ട് വന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അതുകൂടി എന്നെ ഒന്ന് അറിയിക്കണേ. പിന്നെ ഞാൻ ഒരു പിങ്ക് ഷേക്ക് ഇട്ടിട്ടുണ്ട്. വളരെ എളുപ്പമാണ്, കുറെ പേര് ട്രൈ ചെയ്തു, എനിക്ക് അഭിപ്രായം പറഞ്ഞു ഒത്തിരി നല്ലതാണെന്ന്. കാണാത്തവർ അതുകൂടി കാണണം. പലരും എൻ്റെ അടുത്ത് വ്ളോഗ് 18 പറഞ്ഞൊരു കാര്യം, ചേച്ചി കുറേ നാളായിട്ട് കണ്ടില്ലായിരുന്നു, ലാസ്റ്റ് 17ാമത്തെ വ്ളോഗാണ് കണ്ടിരുന്നു. ഈ 17ാമത്തെയും 18ാമത്തെയും വ്ളോഗിനിടയ്ക്ക് ഞാൻ കുറഞ്ഞതൊരു 17-18 വീഡിയോസ് എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്, കുക്കിങ്ങിന്റെയും ടിപ്സിന്റെയുമായിട്ട്. അപ്പൊ പലരും അത് കണ്ടിട്ടില്ല. എന്താ കാരണമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ, സത്യമായിട്ട് പലർക്കും എന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മിൽക്ക് ഷേക്കാണ്. 4 തരത്തിലുള്ള റിഫ്രഷിങ് മിൽക്ക് ഷേക്കാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ എളുപ്പമാണ്, നമ്മുടെ വീട്ടിലുള്ള ഫ്രൂട്ട്സ് ഒക്കെ തന്നെ മതി, വേറെ പ്രത്യേകിച്ച് ഒന്നും വേണ്ട. ആദ്യം ഞാൻ വിചാരിച്ചു 4 ഇടാന്ന്, പിന്നെ വിചാരിച്ചു വേണ്ട, കാരണം 4 ഇടുന്നെന്ന് പറയുമ്പോൾ എല്ലാ യൂട്യൂബേഴ്സിനും ഓരോ ദിവസം ഓരോ വീഡിയോ ഇടാൻ വേണമല്ലോ. അപ്പൊ അതനുസരിച്ച് ഞാൻ വിചാരിച്ചു 4 ഇട്ടാലും 4 ദിവസത്തെ വീഡിയോ ആയി. പിന്നെ വിചാരിച്ചു വേണ്ട, ഒരുമിച്ച് ഇടാം. കാരണം നിങ്ങൾക്ക് ഒരെണ്ണം കയ്യിലില്ല എങ്കിൽ രണ്ടാമത്തത് ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്യാമല്ലോ. അപ്പൊ 4 വീഡിയോ ഞാൻ ഒരുമിച്ച് തന്നെയാണ് ഇടുന്നത്. ദയവായിട്ട് നിങ്ങൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ കമന്റ് ചെയ്യണം. കാരണം 4 വീഡിയോ ഒക്കെ ഒരുമിച്ച് ഒറ്റയടിക്ക് എടുക്കുമെന്ന് പറയാൻ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഒരു മിൽക്ക് ഷേക്കിന് 1 മിനിറ്റ് പോലും വേണ്ടല്ലോ. പക്ഷെ അത് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ച് എല്ലാം റെഡിയാക്കിയൊക്കെ വരുമ്പോൾ ഇന്നത്തെ ഈ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നതിനിടയ്ക്ക് കറണ്ടും പോയി, ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതുവരെ എത്തിയത്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ കുറച്ച് സമയം കൊണ്ട് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്നതെന്ന്. അപ്പൊ ഈ അടുത്ത് ഞാൻ കുറെ മിൽക്ക് ഷേക്കിന്റെ സ്മൂത്തിയുടെ ഒക്കെ വീഡിയോ കാണിച്ചപ്പോൾ പലരും എൻ്റെ അടുത്ത് ഇതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട്, ഏതാണ് മിക്സർ ഗ്രൈൻഡർ, എങ്ങനെയുണ്ട്, റിവ്യൂ ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ട് ഞാനൊന്ന് പറയാം. പ്രസ്റ്റീജിന്റെ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്, വളരെ നല്ലതാണ്. 2 ജാറുണ്ട്, ചെറുത് പൊടിക്കുന്നതും വലുത് അരയ്ക്കുന്നതും. റേറ്റ് ചോദിച്ചവർക്ക് വേണ്ടി പറയാം, ഇത് 3295 രൂപയാണ് ഇതിന്റെ റേറ്റ്. പക്ഷെ എനിക്ക് കിട്ടിയത് 2800 രൂപയ്ക്കാണ്. ഞാനിവിടെ ബോംബെയിലെ വിജയ് സെയിൽസിൽ നിന്ന് ഇത് മേടിച്ചത്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ആപ്പിൾ കൊണ്ടൊരു ഷേക്കാണ്. ഞാനിവിടെ 1 കപ്പ് ആപ്പിൾ എടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ 1 ഫുള്ള്, ഒത്തിരി വലുതാണെങ്കിൽ അരമുറി മതിയേ. നല്ല തണുത്ത പാലാണ് ഞാൻ എടുക്കുന്നത്. പലരും ചോദിക്കുന്നതാണ് പാല് കാച്ചിയതാണോ യൂസ് ചെയ്യുന്നത്. ഞാൻ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ എപ്പോഴും കാച്ചി തണുപ്പിച്ച പാലാണ് എടുക്കുന്നത്. പക്ഷെ നമ്മൾ കടകളിലൊക്കെ മിൽക്ക് ഷേക്ക് മേടിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, കവർ പാല് നന്നായിട്ട് തണുപ്പിച്ച് അത് കട്ടയോടെടുത്താണ് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്നത്. പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്യാറില്ല, ഞാൻ കാച്ചി തണുപ്പിച്ച് എടുത്ത പാലാണ് യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് തണുത്ത പാലാണ് യൂസ് ചെയ്യുന്നത് എങ്കിലും തണുപ്പ് വേണം, എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ്സ് കൂടി ഇടാം. ഞാൻ 1 എണ്ണ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഞാൻ ഈ ഗ്ലാസ്സിനാണ് അളവെടുക്കുന്നത്. 1 ഗ്ലാസ് പാല്, 3 ഏലക്ക, മധുരം ആവശ്യത്തിന്, ലേശം പട്ട, 4 ബദാം. അടുത്തത് മാംഗോ മിൽക്ക് ഷേക്ക്. നല്ല പഴുത്ത മാങ്ങയാണ്, മീഡിയം സൈസ് 1 മാങ്ങ ഫുള്ളാണ് എടുത്തിരിക്കുന്നത്. 2 ഏലക്ക, മധുരം ആവശ്യത്തിന്. നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ തേനും യൂസ് ചെയ്യാമേ.
പാല്, ഐസ് ക്യൂബ്. സോ നമ്മുടെ സൂപ്പർ മാംഗോ ഷേക്കും റെഡി. അടുത്തത് ഓറിയോ മിൽക്ക് ഷേക്ക്. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് 10 രൂപ പാക്കറ്റാണ്. ഇത് ഇങ്ങനൊന്ന് മുറിച്ചിടാം. ഇതുപോലെ 6 എണ്ണമാണ് ഒരു പാക്കറ്റ്. ആ ഒരു പാക്കറ്റ് ഫുള്ളാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ഇതിന്റെ ഈ ഗ്ലാസ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം. ഈ ചോക്ലേറ്റ് സിറപ്പ് കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അത് തന്നെത്താനെ ഡെക്കറേഷൻ പോലെ ആയിക്കോളും. പ്രത്യേകിച്ച് ഒന്നുമില്ല, സൈഡിൽ കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി, അതിങ്ങനെ ആയിക്കോളും. അതവിടെ ഇരിക്കട്ടെ. ഇനിയും നിങ്ങളുടെ കയ്യിൽ ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടെങ്കിൽ കുറച്ച് ഇതിനകത്തു കൂടി ഒഴിച്ചു കൊടുക്കാം. ഐസ് ക്യൂബ്, പാല്. ഇനി ഞാൻ ഇതിൽ ചേർക്കുന്നത് കുറച്ച് വാനില ഐസ്ക്രീമാണ്. ഇതൊരു 10 രൂപയുടെ ഡബ്ബയാണ്. ഇതിനകത്തൊന്ന് പകുതിയെ ചേർക്കുന്നുള്ളൂ. ഇനി ആവശ്യത്തിന് മധുരം. മധുരം ഒത്തിരി വേണ്ട, കാരണം ബിസ്ക്കറ്റിന്റെയും ക്രീമിന്റെയും ഒക്കെ മധുരം ഉണ്ട്. ഇത് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല ക്രീമിയാണ്. അടുത്തത് കൂൾ കോഫി മിൽക്ക് ഷേക്ക് ആണ്. അതിനു വേണ്ടി കാപ്പിപ്പൊടി ഒന്ന് കലക്കി വെക്കണം. അപ്പൊ സ്ട്രോങ് വേണമെങ്കിൽ അതിനനുസരിച്ച് കാപ്പിപ്പൊടി എടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നെസ്കഫെ ആണ്. ഇൻസ്റ്റന്റ് കോഫി ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അതിലേക്ക് ഇളം ചൂടുവെള്ളം ലേശം ഒഴിച്ച് ഇത് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം. ഇളം ചൂടുവെള്ളം ആകുമ്പോൾ പെട്ടെന്ന് അത് മിക്സായി കിട്ടുമേ, കട്ടയൊന്നും ഇല്ലാതെ. നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ കലക്കി വെച്ചിരുന്ന ആ കോഫി പൗഡർ. ഇനി ഇതിലേക്ക് 1 സ്പൂൺ വാനില ഐസ്ക്രീം. 1 or 2 ഇട്ട് കൊടുക്കാമേ. ഐസ് ക്യൂബ്സ് ഞാൻ 2 ഐസ് ക്യൂബ്സ് ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് മധുരം. ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊക്കോ പൗഡർ ഉണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ കൊക്കോ പൗഡർ കൂടി ചേർക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. നല്ല ക്രീമി കോഫിയാണ്. അതിന്റെ മുകളിലെ പത ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ആ കഥവൊന്നും അട, വെള്ളത്തിന്റെ സൗണ്ട് വരുന്നു. അപ്പോൾ നമ്മുടെ 4 തരത്തിലുള്ള മിൽക്ക് ഷേക്കുകൾ റെഡി ആയിട്ടുണ്ട്. ആപ്പിൾ ഷേക്കിനകത്ത് നമുക്ക് ലാസ്റ്റിൽ കുറച്ച് ആപ്പിൾ ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഇതെങ്ങനെ വേണേലും നിങ്ങൾക്ക് ചെയ്യാം. ബദാമോ അണ്ടിപ്പരിപ്പോ പിസ്തയോ എന്തൊക്കെ ഇട്ട് വേണേലും നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാമേ. ടൂട്ടി ഫ്രൂട്ടി ഇടേണ്ടവർക്ക് അത് ഇടാം. സോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന 4 തരം മിൽക്ക് ഷേക്കുകൾ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം, അഭിപ്രായം അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. കമന്റും ഇടണേ. അപ്പൊ വീണ്ടും പുതിയ വീഡിയോയുമായി കാണാം. ബൈ. ഗോഡ് ബ്ലസ് യു. കിട്ടുന്നില്ല. പിന്നെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിപ്പോ ഓരോന്നും കഴുകി ഉപ്പാട് വരുമല്ലോ. പക്ഷെ കറണ്ടിന് പോകാൻ കണ്ട ഒരു സമയം. ഞാനിത് എത്ര നേരം വെച്ചോണ്ടിരിക്കും ഇനി ഫോട്ടോ എടുക്കാൻ? ഗാലറിയിൽ എങ്ങാനും കൊണ്ടെടുത്താൽ നല്ല കിട്ടുമോ? ഇനി ഇതിന്റെ മുകളിലോട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരുന്ന കുറച്ച് ആപ്പിൾ ഇട്ട് കൊടുക്കാം. അയ്യോ, ഇപ്പൊ ഇടണ്ട, അത് ഫോട്ടോ എടുക്കുമ്പോഴത്തേക്ക് തണുവും. എനിക്ക് ഏറ്റവും കൂടുതൽ സമയം പോകുന്ന ഈ ഫോട്ടോ എടുക്കാനോ ചോദിച്ചാ. പ്രയറിനും പോണോ? അതിനു മുമ്പ് കറണ്ട് വന്നില്ല, എന്തോ ചെയ്യും ഞാൻ? ഇതിപ്പോ ഫോട്ടോ എടുക്കാതെ പോകുന്നതിന് മുമ്പ് കുടിക്കാനും തരാൻ പറ്റില്ലല്ലോ. അയ്യോ, ഗ്ലാസ് ഡെക്കറേറ്റ് ചെയ്യാൻ മറന്നുപോയി. ഗ്ലാസ് ഡെക്കറേറ്റ് ചെയ്യാൻ ഞാൻ എന്തൊക്കെ ഒഴിച്ചു വെക്കും ഫ്രിഡ്ജിൽ 4 എണ്ണം. അതിന് ഇത്രയും നേരം പോണ്ടായിരുന്നു. ഒരു കെട്ട് പാത്രങ്ങളും കഴുകാൻ കിടക്കുന്നു വീഡിയോയുടെ.